വാർത്തകളിലേക്ക് സ്വാഗതം. അസാധാരണമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് ഉടൻ പുറപ്പെടും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നാണ് എയർ ആംബുലൻസ് പുറപ്പെടുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും PR പ്രവീണയും ആ ഗ്രൗണ്ടിൽ നിന്നും മീരയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം മീരയിലേക്കാണ്. മീര ആ ഗ്രൗണ്ടിൽ നിന്നാണ് ചേരുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പുറപ്പെടും എന്നുള്ളതാണ്. മീര, അവിടേക്കിപ്പോൾ ഈ ഹൃദയം എത്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് പുറപ്പെടുക? എത്രമാത്രം വേഗമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? സ്വാതി, നിലവിലും സർജറി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യം 10:03 മെഡിക്കൽ കോളേജിൽ ഈ ഷിബുവിൻ്റെ സർജറി ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ 12 മണി കഴിയുന്നു. കൃത്യം 2 മണിക്കൂർ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അല്പം മുമ്പ് ഈ എയർ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതിനോട് ഉൾപ്പെടെ നേരത്തെ തന്നെ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തി ഇതിന് ഇറങ്ങാനും പോകുന്നതിനുമായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. പോലീസ്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, മെഡിക്കൽ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഹൃദയം കൊണ്ടുപോകുന്നത് കാണാൻ ധാരാളം പൊതുജനങ്ങൾ കൂടി ഒത്തുചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ ചരിത്രപരമായ ഒരു കാര്യത്തിനാണ് ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വേദിയാകുന്നത് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ താരങ്ങളൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ചരിത്രത്തിന് കൂടി വേദിയാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഷിബു മറ്റുള്ളവരിൽ കൂടി ഇനി ജീവിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10:03 ഈ ശസ്ത്രക്രിയ ആരംഭിച്ചത്. 2 മണിക്കൂർ പിന്നിട്ടു. ശസ്ത്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാലാണ് ഈ സമയത്ത് ഈ എയർ ആംബുലൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അവസാനിച്ച ഉടനെ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്ററോളം ദൂരം മാത്രമാണ് ഈ ഗ്രൗണ്ടിലേക്കുള്ളത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുകയും പിന്നീട് കൊച്ചിയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് ഈ എയർ ആംബുലൻസ് എത്തിച്ചേരും. പിന്നീടാണ് ഒരു കുട്ടിക്ക് 22-കാരിക്ക് പുതുജീവൻ ലഭിക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാണ്. നമ്മുടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തി ഈ പൊടിപടലം, ഈ എയർ ആംബുലൻസ് ഇറങ്ങുന്ന സമയത്തൊക്കെയുള്ള പൊടിപടലങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് RCC പോലുള്ള കുട്ടികളുടെ പോലുള്ള വാർഡുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി കെട്ടിടങ്ങളുണ്ട്. അതിനാൽ തന്നെ ആ സുരക്ഷിതത്വം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ശസ്ത്രക്രിയക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ആദ്യമായിട്ടാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ ഒരു ജനറൽ ആശുപത്രിയിൽ വെച്ച് നടക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണിത്. എന്തായാലും അതിനുവേണ്ടി അതുപോലെ തന്നെ സ്കിൻ ഉൾപ്പെടെയുള്ള മാറ്റിവെക്കൽ, ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ നടക്കുന്നു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. എന്തായാലും ചരിത്ര മുഹൂർത്തത്തിന് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ശസ്ത്രക്രിയ. അതെ, അത് തന്നെയാണ് മീര. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഒരു പൊൻതൂവൽ അതിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഉറ്റുനോക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നുള്ളത്. അതിന്റെ വിജയകരമായിട്ടുള്ള പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. ഇപ്പോൾ ഈ ഒരു എയർ ആംബുലൻസിൽ നിന്നും കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു ഹൃദയം വഹിച്ചുകൊണ്ട് അല്പസമയം തന്നെ ഇത് യാത്ര തിരിക്കും. അതിൻ്റെ തത്സമയ ദൃശ്യമാണിപ്പോൾ കാണുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുക ആണ് ഈ ഒരു സമയത്ത്. മീര ഉണ്ട്, അതുപോലെ തന്നെ PR പ്രവീണ മെഡിക്കൽ കോളേജിൽ നിന്നും ചേരുന്നുണ്ട്. ഈ എയർ ആംബുലൻസ് എത്തിച്ചേരുന്നത് ഹയാത്തിലാണ്. അവിടെ റഹീമുണ്ട്. അതുപോലെ ജനറൽ ആശുപത്രിയിൽ നിന്നും അനിൽ ജോർജും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇനി PR പ്രവീണയിലേക്കാണ്. പ്രവീണ, നിലവിൽ ശസ്ത്രക്രിയ അവസാന ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴേക്കാണ് മറ്റ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ഷിബുവിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത് ഇന്നലെ രാത്രിയിലാണ്. ഇന്നലെ രാത്രി അതിനുശേഷം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ആപ്നിയ ടെസ്റ്റുകൾ കൃത്യമായ ഇടവേളകളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അവയവങ്ങൾ ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായത്. ഇപ്പോൾ ഹൃദയം കൊണ്ടുപോകുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണെങ്കിൽ കരൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത് തന്നെ കിംസ് ആശുപത്രിയിലേക്കാണ്. 2 വൃക്കകളിൽ ഒന്ന് കൊല്ലം മെഡിസിറ്റിയിലേക്ക്, മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്
കോളേജിലേക്ക്. നേത്രപടലങ്ങൾ 2 അത് കണ്ണാശുപത്രിയിലേക്കാണ്. ഒപ്പം തന്നെ ചർമ്മവും കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ ആംബുലൻസ് അമൃത ആശുപത്രിയുടെ ആംബുലൻസ് അവർ കരളെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉപകരണങ്ങളുമൊക്കെയായി എത്തിയതാണ്. പക്ഷേ അമൃത ആശുപത്രിയിലെ രോഗിക്ക് ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ലാത്തതുകൊണ്ട് അത് കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ജോർജ് വാളൂരാൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഹൃദയമെടുക്കാൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അത് പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അതുമായി ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങും. പിന്നീട് ഇവിടെ കരുതിയിട്ടുള്ള ആംബുലൻസിൽ അത് നേരെ ഗ്രൗണ്ടിലെത്തിക്കും. ഗ്രൗണ്ടിൽ നിന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലെത്തിക്കും. ഇതാണ് ഇപ്പോഴുള്ള പ്ലാൻ.